ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജേഷേ, രാജേഷേ, ആ നിന്നോട് ആരാടാ ഇരിക്കാൻ പറഞ്ഞത്? ദീമോളെ, എണീക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോളെ, അങ്കിളിന്റെ നെഞ്ചത്താണോ കിടക്കുന്നേ? എണീക്ക്. വേണ്ട, ആള് നല്ല ഉറക്കത്തില്ല, ഉണർത്തണ്ട. പാവം, ഇന്നലെ പനി കാരണം നല്ല ഉറക്കം കിട്ടിയില്ല. പനി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചായ. വന്ദനെ, ഒന്ന് ഫ്രഷ് ആയിട്ട് എനിക്ക് പുറത്തേക്കൊന്ന് പോകണം. മോക്ക് ചൂടെങ്ങാനും കൂടുകയാണെങ്കിൽ വിളിച്ചാൽ മതി. രാവിലെ ജഗനെങ്ങോട്ടാ? ജീവിക്കണമെങ്കിൽ പണം വേണം. ഞാൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. എന്ത് ജോലി ജഗൻ നോക്കുന്നത്? അങ്ങനെ ഇന്ന ജോലി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാൻ അതിനുള്ള യോഗ്യത ഒന്നും ഇല്ലല്ലോ. കിട്ടുന്ന ജോലി എന്തായാലും അത് ചെയ്യും. ഇനി ആ കാര്യത്തിൽ കുലമഹിമയും സ്റ്റാറ്റസും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ജഗ, ഇപ്പോ ഒന്നും വേണ്ട എന്ന് തോന്നുന്നുണ്ടോ? എന്ത്? എന്റെ കഴുത്തിൽ ഞാൻ പോലും അറിയാതെ താലി കെട്ടി ഒപ്പം കൂടെ കൂട്ടണ്ടായിരുന്നു എന്ന്. ഏയ്, ഇതൊക്കെ കുറച്ചുകൂടെ മുന്നേ ആകായിരുന്നു എന്ന് തോന്നി. എൺപത്തഞ്ച് മോഡൽ വണ്ടിയല്ലേ സാർ? സ്പെയർ പാർട്സ് പലതും കിട്ടാനില്ല. പഴകി തുരുമ്പിച്ചതൊക്കെ ഉപയോഗിച്ച വണ്ടി വഴിയല്ലേ പോവും. പഴി വർക്ക്ഷോപ്പുകാർക്കും. ഒരാഴ്ചക്കുള്ളിൽ ശരിയാക്കി തരാം. ഓക്കെ സാർ, ഞാൻ വിളിക്കാം സാർ. സർ, ആരാ? ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ഒഴിവുണ്ടെന്ന് അറിയാൻ. ആർക്കാ? എനിക്കാണ് സർ. അങ്ങനെ പണിയെടുത്തുടഞ്ഞ ശരീരമൊന്നും അല്ലല്ലോ. എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ക്വാളിഫിക്കേഷൻ? SLC പാസ്സായിട്ടുണ്ട്. എന്ത് തൊഴിലാ അറിയാവുന്നത്? രാഷ്ട്രീയം. രാഷ്ട്രീയോ? അതറിയാവുന്നവൻ ആ തൊഴിലിന് പോയാൽ മതി. ഇവിടെ ജോലിയൊന്നുമില്ല. അല്ല സർ, രാഷ്ട്രീയക്കാരുടെ റെക്കമെൻഡേഷനോടെ അല്ല ഞാൻ വന്നതെന്ന് പറയായിരുന്നു സർ. അത് ശരി. രാജേഷേ, രാജേഷേ. ആ
നിന്നോട് ആരാടാ ഇരിക്കാൻ പറഞ്ഞത്? എന്താ സാർ? തനിക്ക് എന്ത് വിദ്യാഭ്യാസമുണ്ടോ? ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ് സാർ, ബിടെക്. കേട്ടല്ലോ, ഇവനിവിടെ ജോയിൻ ചെയ്തിട്ട് 2 വർഷമായി. ഇതുവരെ ഒരു നട്ട് പോലും മുറുക്കാൻ ഇവന് ശരിക്കറിയത്തില്ല. അതാ എഞ്ചിനീയറുടെ അവസ്ഥ. എക്സ്പീരിയൻസ് ഇല്ലാത്ത വെറും SLC-കാരനായ താൻ വർക്ക്ഷോപ്പിൽ എന്ത് മലമറിക്കാനാ? ഇവിടെ അടുത്തൊരു ഫാം ഹൗസ് ഉണ്ട്. അവിടെ ചാണകം വാരാൻ ഒരാളിനെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് കേട്ടു. അങ്ങോട്ടേക്ക് വിട്ടോ, ചിലപ്പോ അവിടെ പണി ശരിയാകും. സാർ, എന്താടോ മാനേജറെ, തനിക്കിവിടെ പണിയൊന്നുമില്ല? പണി ചെയ്യുന്നവരെ പണി ചെയ്യിപ്പിക്കാതിരിക്കലാണല്ലോ തന്റെ പണി. അല്ല സാർ, ഒരാൾ വന്നപ്പോ കുറച്ച് സംസാരിച്ചതാ. ഇത് ആരാ വന്നിരിക്കുന്നേ? ജഗനോ? ഇരിക്കെ ജഗൻ. വേണ്ട സാർ. ആ ഇരിക്കേ. എടോ, സാർ, ഇത് ആരാണെന്ന് അറിയാമോ? മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകനാ ജഗൻ. അയ്യോ സോറി സാർ. അല്ല, എനിക്ക് ആളെ അറിയില്ലായിരുന്നു. അതാ. കുടിക്കാൻ ചായ വരുത്തട്ടെ? ഇപ്പൊ വേണ്ട. പിന്നെന്തൊക്കെയാണ് ജഗൻ ഈ വഴിയൊക്കെ? ഞാനൊരു ജോലി അന്വേഷിച്ച് വന്നതാ. പറ്റുമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ജോലി തരണം. അല്ല, ഈ പാവം വർക്ക്ഷോപ്പ് മുതലാളിയെ കളിയാക്കാണോ ജഗൻ? കളിയാക്കിയതൊന്നുമല്ല, എനിക്കൊരു ജോലി വേണം. എന്റെ അവസ്ഥ വളരെ മോശമാണ്. അവസ്ഥ മോശമാണെന്നോ? കോടീശ്വരനായ കരുണാകരക്കുറുപ്പ് സാറ് പാപ്പരായ ചരിത്രം ആരും പറഞ്ഞു കേട്ടില്ലല്ലോ ജഗൻ. പാപ്പരായത് അച്ഛനല്ല, മകനാ. അച്ഛന്റെ അറിവോ സമ്മതമോ കൂടാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് സ്വീകരിക്കേണ്ടി വന്നു. ഞാനിപ്പോ ഒരു വാടക വീട്ടിലാണ് താമസം. മാനത്തെ കൊട്ടാരം